അടുത്തതായി ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ എന്താണ്? എന്തൊക്കെയാണ് ന്യൂക്ലിയോടൈഡിൻ്റെ കമ്പോണൻസ്? 3 കമ്പോണൻസുകളാണ് ഒരു ന്യൂക്ലിയോടൈഡിലുള്ളത്. ആദ്യത്തേതാണ് പെൻറ്റോസ് ഷുഗർ. ഒരു ന്യൂക്ലിയോടൈഡിൽ കാണുന്ന ആദ്യത്തെ കമ്പോണൻ്റാണ് പെൻറ്റോസ് ഷുഗർ. രണ്ടാമത്തെയാണ് നൈട്രജൻ ബേസ്. രണ്ടാമത്തെ കമ്പോണൻ്റാണ് നൈട്രജൻ ബേസ്. മൂന്നാമത്തെ കമ്പോണൻ്റാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. സോ പെൻറ്റോസ് ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇത് മൂന്നും അടങ്ങിയതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. സോ ന്യൂക്ലിയോടൈഡിൻ്റെ 3 കമ്പോണൻറ്റുകളാണ് പെൻറ്റോസ് ഷുഗർ, നൈട്രജൻ ബേസ് ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ആദ്യത്തേത് പെൻറ്റോസ് ഷുഗർ. സോ പെൻറ്റോസ് ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു C5H10 ഓഫർ. ഇതാണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല. 5 കാർബൺ ആറ്റമുള്ള ഒരു റിങ്ങാണ് പെൻറ്റോസ് ഷുഗർ. സോ 5 കാർബൺ റിംഗ് ആണ്. ഒരു മോണോസാക്കറൈഡാണ് പെൻറ്റോസ് ഷുഗർ. 5 കാർബണുള്ള ഒരു മോണോസാക്കറൈഡാണ് പെൻറ്റോസ് ഷുഗർ. ഈ പെൻറ്റോസ് ഷുഗർ DNA-യിലും RNA-യിലും വ്യത്യാസമുണ്ട്. സോ ഇത് ഒരു പെൻറ്റോസ് ഷുഗർ, ഇത് വേറൊരു പെൻറ്റോസ് ഷുഗർ. ഇത് DNA-യിൽ കാണുന്ന പെൻറ്റോസ് ഷുഗർ, ഇത് RNA-യിൽ കാണുന്ന പെൻറ്റോസ് ഷുഗർ. സോ DNA-യിൽ കാണുന്ന പെൻറ്റോസ് ഷുഗർ നോക്കി, 5 കാർബൺ, 1 2 3 4 5 5 കാർബൺ ആറ്റം, 1 2 3 4 5 5 കാർബൺ മെമ്പേർഡ് ആയിട്ടുള്ള റിംഗ് ആണ്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് വൺ, ഈ ഇവിടെയൊക്കെ കാർബൺ ആറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ എഴുതുന്നില്ല, അണ്ടർസ്റ്റുഡാണ്, അതൊക്കെ കാർബൺ ആറ്റം. സോ OHH, HH, HOH, HCH2OH. ഇവിടെയും അതുപോലെ OHH, HOH, HOH. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ രണ്ടിലും ഒരുപോലെയാണ്, OHH, OHH, OHH. ഇതിനെ നമ്മൾ ഡിയോക്സി റൈബോസ് ഷുഗർ എന്നും ഇതിനെ റൈബോസ് ഷുഗർ എന്നാണ് പറയണം. DNA-യിലായതുകൊണ്ട് ഡിയോക്സി റൈബോസ് ഷുഗർ, RNA-യിൽ റൈബോസ് ഷുഗർ. നമ്മൾ പറഞ്ഞു DNA-യിൽ കാണപ്പെടുന്ന ഷുഗറാണ് ഡിയോക്സി റൈബോസ് ഷുഗർ, RNA-യിൽ കാണുന്ന ഷുഗറാണ് റൈബോസ് ഷുഗർ. ഈ ഷുഗറിലുള്ള വ്യത്യാസമാണ് DNA RNA-നെ ഒരുപാട് ഡിഫറൻസ് ആയി കാണിക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് വൺ രണ്ടെണ്ണത്തിലും സെയിം ആണ്. സെക്കൻഡ് കാർബൺ ആറ്റം നോക്കിയേ, സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ DNA-യിൽ HH, അതേസമയം നമ്മുടെ RNA-യിൽ നോക്കിയേ HOH. ഇത് RNA ആണ്, HOH. ഇവിടെ H മാത്രമേ ഉള്ളൂ, ഇവിടെ OH ഉണ്ട്. മൂന്നാമത്തെ നോക്കിയേ HOH, HOH സെയിം ആണ്, HCH2OH, HCH2OH. സോ 1 3 4 5 1 3 4 5 ഇത്രയും കാർബൺ ആറ്റംസ് അവിടെ കണ്ടത് കറക്റ്റായിട്ടാണ്. രണ്ടിലും ഒരുപോലെയാണ്, DNA-യിലും RNA-യിലും. അതേസമയം സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ നോക്കിയേ, ഇവിടെ DNA-യിൽ HH ആണെങ്കിൽ റൈബോസ് ഷുഗറിൽ HOH ആണ്. സോ റൈബോസ് ഷുഗറിൽ കാണുന്ന ഈ ഓക്സിജൻ DNA-യിൽ ഇല്ല. ഈ ഓക്സിജൻ ആറ്റം ഇവിടെ നമ്മുടെ DNA-യുടെ സ്ട്രക്ചറിലില്ല. അങ്ങനെയാണ് പേര് വന്നത് DOXY. DE എന്ന് പറഞ്ഞ അർത്ഥം റിമൂവൽ, DE എന്ന് പറഞ്ഞാൽ റിമൂവൽ. ഓക്സി, ഈ ഓക്സിജൻ ആറ്റം റിമൂവ് ചെയ്തു. സോ ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ അവിടെ ഈ ഓക്സിജൻ ആറ്റം റിമൂവ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഡിയോക്സി, റിമൂവൽ ഓഫ് 1 ഓക്സിജൻ ആറ്റം. എന്നിട്ട് അതിൻ്റെ റൈബോസ് ഷുഗർ. സോ ഈ പെൻറ്റോസ് ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ഷുഗർ. സോ റൈബോസ് ഷുഗർ തന്നെയാണ്, അതിലുള്ള ഒരു ഓക്സിജൻ പോകുമ്പോഴാണ് അത് എന്തായിട്ട് മാറിയത്, ഡിയോക്സി റൈബോസ് ഷുഗർ. സോ DNA-യിൽ കാണുന്ന ഷുഗർ ഈ ഓക്സിജൻ ആറ്റം ഇല്ലാത്തത് കൊണ്ട് ഡിയോക്സി റൈബോസ് ഷുഗറും, RNA-യിൽ ഓക്സിജൻ ആറ്റം ഉള്ളതുകൊണ്ട് റൈബോസ് ഷുഗറാണ്. റിമൂവൽ ഓഫ് ഓക്സിജൻ, ഒരു ഓക്സിജൻ ആറ്റം ഇവിടെ ഇല്ല, ലാക്കാണ് നമ്മുടെ DNA-യിൽ. ഇതൊരു വലിയ ഡിഫറൻസ് ആണ് DNA-യുടെ RNA-യുടെ റൈബോസ് ഷുഗറിൽ. ഇവിടെ ഓക്സിജൻ ആറ്റം ഉള്ളത് കൊണ്ട് RNA-യിൽ ഹൈലി റിയാക്റ്റീവാണ്. ഓക്സിജൻ ആറ്റം ഉള്ളതുകൊണ്ട് RNA ഹൈലി റിയാക്റ്റീവാണ്. എപ്പോഴും ഏതെങ്കിലുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. റിയാക്ടിവിറ്റി ഓക്സിജൻ ആറ്റം ഉള്ളതുകൊണ്ട് RNA-യിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ RNA-ക്ക് സ്റ്റെബിലിറ്റി കുറവാണ്. അതേസമയം DNA-യിൽ ഈ DNA-യിൽ കാണുന്ന ഷുഗറിൽ എന്താണ്, പെൻറ്റോസ് ഷുഗറിൽ ഓക്സിജൻ ആറ്റം ഇല്ല. അപ്പോൾ റിയാക്ടിവിറ്റി RNA-യേക്കാളും കൂടുതൽ കുറവായിരിക്കും. സോ കമ്പാരിറ്റീവ്ലി RNA-യേക്കാളും സ്റ്റേബിൾ എന്തായിരിക്കും, DNA ആയിരിക്കും. ഇത് നമ്മൾ DNA RNA-യുടെ ഡിഫറൻസ് പറയുമ്പോൾ പറയും. സോ ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ നോട്ട് ചെയ്ത് വെക്കണം. RNA-യിലെ റൈബോസ് ഷുഗറിൽ ഓക്സിജൻ ആറ്റം ഉണ്ട്, അല്ല പെൻറ്റോസ് ഷുഗറിലുണ്ട്. DNA-യുടെ പെൻറ്റോസ് ഷുഗറിൽ ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ അവിടെ ഓക്സിജൻ ആറ്റം മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത്. സോ പെൻറ്റോസ് ഷുഗർ DNA, പെൻറ്റോസ് ഷുഗർ ഇൻ RNA. അടുത്ത കമ്പോണൻ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്,
നൈട്രജൻ ബേസ് ആണ് പറഞ്ഞത്. നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ കണ്ടെയ്നിങ് ബേസ് ആണ്, നൈട്രജൻ ഉള്ള ഒരു ബേസ്. സോ അതിൻ്റെ പ്രത്യേകത ഈ നൈട്രോജനസ് ബേസുകൾ DNA-യിലും RNA-യിലും കാണുന്നത് ഹെറ്ററോസൈക്ലിക് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് കമ്പോണൻറ്റുകൾ ഉള്ളതുകൊണ്ട് ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ്, സൈക്ലിക് ആയിട്ടുള്ള റിങ്ങുകളാണ് ഹെറ്ററോ. ഡിഫറെൻറ്റ് കമ്പോണൻ്റ്, ഹോമോ അല്ല ഹെറ്ററോ ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ഉള്ളതുകൊണ്ട് ഹെറ്ററോസൈക്ലിക് ആണ്. അരോമാറ്റിക് ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് ഈ നൈട്രോജൻ ബേസ്. അരോമാറ്റിക്, ഓൾട്ടർനേറ്റീവ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് കാണും. ഓൾട്ടർനേറ്റീവ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഉള്ളതാണ് നൈട്രോജൻ ബേസുകൾ. അതുപോലെ അടുത്തത് ഈ നൈട്രോജൻ ബേസ് 2 ടൈപ്പ് നൈട്രോജൻ ബേസുകളുണ്ട്. 9 മെമ്പേർഡ്, അതായത് 2 റിങ്ങുള്ള നൈട്രോജൻ ബേസ് ഉണ്ട്. പിരിമിഡിൻ, സിംഗിൾ മെമ്പറായുള്ള 6 മെമ്പേർഡ് ആയിട്ടുള്ള നൈട്രോജൻ ബേസും ഉണ്ട്. സോ 9 മെമ്പേർഡ് 2 റിങ്ങുള്ളതാണ് പ്യൂരിൻ എന്ന് പറയുന്നത്. സോ നൈട്രോജൻ ബേസ് ഒന്ന് പ്യൂരിൻ, രണ്ടാമത്തത് പിരിമിഡിൻ. പ്യൂരിൻ 9 മെമ്പേർഡ് 2 റിങ്ങുള്ള സ്ട്രക്ചറാണ്. പിരിമിഡിൻ എന്ന് പറഞ്ഞാൽ 6 മെമ്പേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. പ്യൂരിൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡനീനും ഗ്വാനിനും എന്താണ്? പ്യൂരിനാണ്. അതേസമയം പിരിമിഡിൻ എന്ന് പറയുന്നത് സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ. ഈ സൈറ്റോസിനും തൈമിനും DNA-യിൽ കാണുന്നുണ്ടെങ്കിൽ യുറാസിൽ RNA-യിൽ കാണപ്പെടുന്നതാണ്. സോ നൈട്രോജൻ ബേസുകൾ, നൈട്രജൻ കണ്ടെയ്നിങ് ബേസുകൾ ന്യൂക്ലിയോടൈഡിൽ കാണുന്നത് 2 ടൈപ്പ് ഉണ്ട്, പ്യൂരിൻ ആൻഡ് പിരിമിഡിൻ. അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ. ഇതൊക്കെയാണ് നൈട്രജൻ ബേസുകൾ ന്യൂക്ലിയോടൈഡിൽ കാണുന്നത്. മൂന്നാമത്തെ കമ്പോണൻ്റാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഓർഗാനിക് സോൾട്ട് ഓഫ് ഫോസ്ഫേറ്റ്. സോ ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഇൻഓർഗാനിക് സോൾട്ടാണ്. ഇൻഓർഗാനിക് സോൾട്ട് ഓഫ് ഫോസ്ഫറസ് ആണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അതിൻ്റെ ഇതാണ് PO4 3-. ഇനി ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് നമ്മുടെ ഈ പറഞ്ഞ ന്യൂക്ലിയോടൈഡുകൾ, പോളി ന്യൂക്ലിയോടൈഡ്, DNA ആണെങ്കിലും RNA ആണെങ്കിലും അതൊരു പോളി ന്യൂക്ലിയോടൈഡ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. സോ ആ പോളി ന്യൂക്ലിയോടൈഡിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട്, അത്രയും വലിയ സ്ട്രെങ്ത് ഉള്ള ബാക്ക് ബോണായിട്ട് ആക്ട് ചെയ്യണത് എന്താണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അലോങ് വിത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഷുഗറുമായിട്ട്, ഈ പറഞ്ഞ ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും, ഷുഗർ എന്നുള്ളത് നമ്മൾ S എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് P എന്ന് പറയുന്നത്. ഷുഗറും ഈ പറഞ്ഞ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമാണ് നമ്മുടെ ഏത് പോളി ന്യൂക്ലിയോടൈഡ് ആയിക്കോട്ടെ, DNA ആയിക്കോട്ടെ, RNA, ആ പോളി ന്യൂക്ലിയോടൈഡിൻ്റെ ബാക്ക് ബോണായിട്ട് ഏറ്റവും നല്ല സ്ട്രെങ്ത് കൊടുക്കുന്നത് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമാണ് ആ പോളി ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ആ പോളി ന്യൂക്ലിയോടൈഡിന് ബാക്ക് ബോണായിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, 3 പറഞ്ഞു. ഒന്ന് പെൻറ്റോസ് ഷുഗർ, രണ്ടാമത്തത് നൈട്രജൻ ബേസ്, മൂന്നാമത്തത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ ഇത്രയും ഭാഗം, ഈ ഡോട്ട് ഇട്ട് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞ പെൻറ്റോസ് ഷുഗർ, 5 കാർബൺ റിങ്ങുള്ള മോണോസാക്കറൈഡുള്ള. അത് നമ്മൾ DNA-യിൽ ഡിയോക്സി റൈബോസ് ഷുഗർ എന്നും RNA-യിൽ റൈബോസ് ഷുഗർ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ ആ പെൻറ്റോസ് ഷുഗറിൻ്റെ ഈ പറഞ്ഞ ഫസ്റ്റ് പൊസിഷൻ്റെ അവിടെ, ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ അവിടെയാണ് നൈട്രജൻ ബേസ് വന്ന് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഫസ്റ്റ് നൈട്രജൻ ബേസ് വന്ന് ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ഗ്ലൈക്കോസൈഡിക് ബോണ്ട് വഴിയാണ് ഈ പറഞ്ഞ ഷുഗറും നൈട്രജൻ ബേസും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത്. N ഗ്ലൈക്കോസൈഡിക് ബോണ്ട് എന്നാണ് പറയുക. സോ ഇതാണ് നമ്മുടെ പെൻറ്റോസ് ഷുഗറിൻ്റെ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിവിടെ HOH എന്ന സ്ട്രക്ചറാണ്. ഈ OHൻ്റെ അവിടുത്തെ ഈ നൈട്രജൻ ബേസ് നമ്മൾ റിമൂവൽ ഓഫ് വാട്ടർ കഴിഞ്ഞ് കണ്ടൻസേഷൻ റിയാക്ഷൻ കഴിഞ്ഞ് നമ്മൾ നൈട്രജൻ ബേസ് ആഡ് ചെയ്ത പിക്ചറാണ്. ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ്. അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്സുകൾ അറിയാൻ വേണ്ടി മാർക്ക് ചെയ്തു എന്ന് മാത്രം. സോ ഇത് ഫസ്റ്റ് പൊസിഷൻ. സെക്കൻഡ് വൺ HOH. അപ്പോൾ ഇവിടെ OH ഉള്ളത് കൊണ്ട് ഇത് ഏത് ഷുഗർ ആയിരിക്കും? നമ്മൾ പറഞ്ഞു OH ഉള്ളത് ഏത് ഷുഗറാണ്? റൈബോസ് ഷുഗറാണ്. സോ ഈ ഷുഗർ റൈബോസ് ഷുഗറാണ്. ഈ പെൻറ്റോസ് ഷുഗർ ഏതാണ്? റൈബോസ് ഷുഗർ. ബാക്കിയൊക്കെ DNA-യിലും RNA-യിലും സെയിം ആണ്. സോ ഇതൊരു റൈബോസ് ഷുഗറാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ, ഈ ഓക്സിജൻ ആറ്റം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഡിയോക്സി റൈബോസ് ഷുഗർ ആയേനെ. സോ ഈ പറഞ്ഞ പെൻറ്റോസ് ഷുഗർ അതിൻ്റെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ കൂടെ നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ 5th കാർബൺ ആറ്റത്തിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു. 5th കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അതൊരു എസ്റ്റർ ബോണ്ട് വെച്ചിട്ടാണ് അവിടെ കണക്ട് ചെയ്യണം. ഇതിൻ്റെ ഈ പറഞ്ഞ പെൻറ്റോസ് ഷുഗറിൻ്റെ 5th കാർബൺ ആറ്റത്തിൻ്റെ അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് അവിടെ എസ്റ്റർ ബോണ്ട് വെച്ചിട്ടാണ്. ഇതും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഷുഗറും നൈട്രോജനസ് ബേസും തമ്മിൽ കണക്ട് ചെയ്യുന്നത് N ഗ്ലൈക്കോസൈഡിക് ബോണ്ടാണ്. നമ്മൾ ആ ഓരോ ബോണ്ടും കാണിച്ചു തരും. സോ ഇത് തമ്മിൽ കണക്ട്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗമാണ് ന്യൂക്ലിയോടൈഡിൻ്റെ പെൻറ്റോസ് ഷുഗർ. ഇവിടെ നിന്നുള്ളതാണ് നമ്മുടെ നൈട്രോജൻ ബേസ്.
പിന്നെ അതിൻ്റെ ഈ 5th കാർബൺ ആറ്റത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്ത ഭാഗമാണ് നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇത് മൂന്നുമാണ് നമ്മൾ പറഞ്ഞ ന്യൂക്ലിയോട്ടൈഡ്. സോ ഈ നൈട്രജൻ ബേസ് എങ്ങനെയാണ് ആഡ് ചെയ്യണേ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈ ന്യൂക്ലിയോട്ടൈഡിൽ എങ്ങനെയാണ് ആഡ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം.